സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ ഏപ്രിൽ 26 ഉയിർപ്പ് 4-ാം ഞായർ. വചനഭാഗം മത്തായി അറിയിച്ച സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഒപ്പമുണ്ട് എപ്പോഴും. രചന ഷാജു അച്ചിനിമാടൻ. കെട്ടുകഥകൾ ശാസ്ത്ര സത്യങ്ങളാകാൻ കിണഞ്ഞു ശ്രമിക്കുന്ന ഈ കാലത്ത് ഉദ്ധാനമെന്ന സത്യം കെട്ടുകഥയാക്കാൻ ശ്രമിച്ച ഒരു സംഭവത്തിൻ്റെ തുടർച്ചയാണ് നാം ധ്യാനിക്കുന്നത്. റബ്ബിമാരുടെ ചുറ്റുമിരുന്ന് ശ്രദ്ധാപൂർവം കേട്ട് പഠിക്കാനും ജ്ഞാനം ആർജിക്കാനും ജനം കൊതിച്ചിരുന്ന ഒരു കാലത്ത് മലയടിവാരത്തും തീരങ്ങളിലും വയലിലും പണിശാലകളിലും തെരുവുകളിലും വരെ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷയിൽ ലളിതമായി പഠിപ്പിച്ച യേശു സദാ മനുഷ്യർക്ക് സമീപസ്ഥനായിരുന്നു. ഇവിടെ ഗലീലിയിലെ മലയിൽ തൻ്റെ ശിഷ്യരെ വിളിച്ചുകൂട്ടുന്ന ഈശോ താൻ യുഗാന്തം വരെ അവർക്കൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. പരിശുദ്ധ ലിയോ 14 പാപ്പ 4 ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള തൻ്റെ അപ്പസ്തോലിക യാത്ര 4-ാം പാദത്തിൽ തുടരുന്നു. അധീശത്വം സ്ഥാപിക്കാനും ശക്തരെ വരുതിയിലാക്കാനും അടക്കി ഭരിക്കാനും ലോകത്തിൻ്റെ ഭരണാധികാരികൾ തത്രപ്പെടുമ്പോൾ മറുവശത്ത് സമാധാന രാജാവായ ക്രിസ്തുവിൻ്റെ അജപാലകൻ സകലരുടെയും അന്തസ്സിനെ മാനിക്കാനും മറ്റുള്ളവരുടെ വേദനയിൽ സഹാനുഭൂതി പുലർത്താനും ആഹ്വാനം ചെയ്യുകയാണ്. കണ്ണും കാതും കൂർപ്പിച്ച് എന്തിലും ഏതിലും ന്യൂനതകൾ കണ്ടെത്തി വിമർശിക്കാൻ ആഹ്വാനം ചെയ്ത മഹാദൗത്യം തുടരുക തന്നെയാണ്. നിസ്സഹായത, വേദന, സങ്കീർണതകൾ, വിവിധ ആവലാതി വേവലാതികൾ ഇവയൊക്കെ അനുഭവിച്ചുകൊണ്ട് മനുഷ്യവംശം ജീവിതയാത്ര തുടരുമ്പോൾ പരിശുദ്ധ പാപ്പ ക്രിസ്തുവിൻ്റെ സമാധാനം കൂടുതൽ ഉദാരതയോടെ നേരുകയും അപലപിക്കുകയും ചെയ്യുന്നു. അപ്പസ്തോലിക യാത്രയുടെ ആഗോള സ്വീകാര്യത ദരിദ്രരെയും പീഡിതരെയും നിരാലംബരെയും ചെറിയ സകലരെയും സ്നേഹിക്കുന്ന ക്രിസ്തു മനോഭാവം ഇന്നും സഭയുടെ മുൻഗണനയാണെന്ന് വ്യക്തമാക്കുന്നു. സാന്നിധ്യം അമൂല്യ സമ്മാനം. ഗുരു നിത്യയോടൊപ്പം ഒരു കുടുംബം സന്ദർശിച്ച ഷൗക്കത്തിൻ്റെ ഒരു വിവരണം പ്രസക്തമാണ്. അപ്രതീക്ഷിതമായ സന്ദർശനം. കുടുംബനാഥൻ അതിവിശാല സ്വീകരണ മുറിയിലേക്ക് ക്ഷണിച്ചെങ്കിലും അമ്മ കിടക്കുന്ന മുറി അന്വേഷിച്ച ഗുരുവിനെ അല്പസമയത്തെ ഒരുക്കത്തിന് ശേഷം അവിടേക്ക് ആനയിച്ചു. നല്ല പ്രായമുള്ള അമ്മ കുറച്ചു നാളായി കിടപ്പിലാണ്. ഗുരുവിനെ കണ്ടപാട് വിസ്മയത്തോടെ കട്ടിലിൽ എണീറ്റിരുന്നു. ഒരു കസേര വലിച്ചിട്ട് കൈ തലോടിക്കൊണ്ട് അടുത്തിരുന്നു. അവരങ്ങനെ പഴയകാല കഥകളൊക്കെ ഓർത്തെടുത്ത് പറഞ്ഞു. അമ്മ ചിരിക്കുന്നു, കണ്ണു നിറയുന്നു. ഒടുവിൽ അമ്മ പറയുന്നു, എത്ര നാളുകൾക്ക് ശേഷമാണ് ഒരാളോട് ഇത്രയും സംസാരിക്കുന്നത്. ആർക്കും എനിക്കൊപ്പമിരുന്ന് സംസാരിക്കാൻ സമയമില്ല. കുറേ നേരം കൂടി അമ്മയുടെ കൂടെ ചെലവഴിച്ച് ചായയും കുടിച്ച് ഗുരു യാത്രയായ നേരം കുടുംബനാഥനോട് പറഞ്ഞു, എത്ര തിരക്കുണ്ടെങ്കിലും കുറച്ചു നേരം അമ്മയ്ക്കൊപ്പം ഇരുന്ന് കൊടുക്കണം. അത് നൽകുന്ന പുണ്യം മറ്റൊന്നിനും നൽകാനാവില്ല. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഉയർത്തെഴുന്നേറ്റ യേശു തൻ്റെ അരുമ ശിഷ്യരെ വിളിച്ചുകൂട്ടി സ്വർഗത്തിലും ഭൂമിയിലും തനിക്കുള്ള സകല അധികാരത്തോടും കൂടെ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്താൻ ആഹ്വാനം ചെയ്യുന്നു. പരിശുദ്ധ തൃത്വനാമത്തിൽ സ്നാനം നൽകുവാനും താൻ കൽപ്പിച്ചവ അവരെ പഠിപ്പിക്കാനും നിർദ്ദേശിക്കുന്നു. അവൻ നൽകുന്ന ഒരു വലിയ ഉറപ്പാണ് യുഗാന്തം വരെ താൻ എന്നും എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകുമെന്ന്. ഗുരുവിയോഗത്തോടെ തങ്ങളുടെ ശ്രമങ്ങൾ മുഴുവൻ വിഫലമായി, ജീവിതത്തിന് അർത്ഥമില്ലാതായി, ഇനി എന്തു ചെയ്യുമെന്നായി, നയിക്കാനും തെളിക്കാനും ആരുമില്ലാത്ത ദുരവസ്ഥ. അനാഥത്വ നിമിഷങ്ങളിൽ യേശു സൗമ്യതയുടെയും ചേർത്തുപിടിക്കലിൻ്റെയും സ്നേഹഭാഷ ഉപയോഗിക്കുന്നു. അവഗണിച്ചവരെ പോലും പരിഗണിക്കുന്ന ഹൃദയോദാരത. ശിഷ്യർ പിന്നീട് സഭയുടെ രൂപീകരണത്തിനും വളർച്ചയ്ക്കും ആണിക്കല്ലായത് അവൻ വാഗ്ദാനം ചെയ്ത യുഗാന്തം വരെയുള്ള തിരുസാന്നിധ്യം വഴി തന്നെയാണ്. ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ട ഉത്സാഹവും ഉന്മേഷവും ഊർജവും ആവേശവും ആർദ്രതയും പകരുന്ന സ്പ്രിംഗ് ബോർഡാണ് ദൈവം കൂടെയുണ്ടെന്ന മനുഷ്യരുടെ ബോധ്യം. തുടർച്ചയെന്ന സത്യം. ഉയിർപ്പുകാലം 4-ാം ഞായർ, ലോക ദൈവവിളി പ്രാർത്ഥനാ ദിനം. എല്ലാ വർഷവും ധ്യാനിക്കുന്ന വചനഭാഗം. കർത്താവ് മോശയ്ക്ക് ശേഷം ജോഷുവയെ ദൗത്യമേൽപ്പിച്ചു. മോശയെപ്പോലെ വിശ്വസ്തനായിരിക്കാൻ ആവശ്യപ്പെട്ടു. തൻ്റെ സാന്നിധ്യം വാഗ്ദാനം ചെയ്തു. ഉദിതനായ ക്രിസ്തു തൻ്റെ ശിഷ്യരെ സന്ദർശിക്കുന്നു. തൻ്റെ സഹായവും ശക്തിയും ഉറപ്പു നൽകുന്നു. പ്രേക്ഷിത ദൗത്യം ഭരമേൽപ്പിക്കുന്നു. ജോഷുവയിലൂടെ ആസാ രാജാവിലൂടെ ദൈവം സംസാരിച്ചതുപോലെ തൻ്റെ ശിഷ്യരിലൂടെ, പുരോഹിതരിലൂടെ, സന്യസ്തരിലൂടെ, അൽമായരിലൂടെ ദൈവം സുവിശേഷ ദൗത്യം തുടരുന്നു. തുടർച്ച എന്ന താല്പര്യമോ ആവശ്യമോ സൗകര്യമോ ആണ് മനുഷ്യരെ കൊണ്ട് പലതും ചെയ്യിക്കുന്നത്. കുടുംബം തുടരണം, തലസ്ഥിതി തുടരണം, സ്വസ്ഥത തുടരണം, താളം തുടരണം. തുടർച്ചയ്ക്ക് ഗുണപരമായ ഒരു മൂല്യമുണ്ട്.
ചെടിയും മൃഗവും കടലുമൊക്കെ ജീവിക്കുന്നത് തുടർച്ചയുടെ ആനുകൂല്യത്തിലും പ്രതീക്ഷയിലുമാണ്. വ്യക്തിപരമായ ആർത്തിയുടെ പ്രേരണയാലാകുമ്പോൾ അത് പരിഹാസ്യമാകും. എന്നാൽ തുടർച്ചയോടൊപ്പം അനിവാര്യമായ മാറ്റം ഉൾക്കൊണ്ടാൽ മറ്റേതും പോലെ പ്രേഷിത ദൗത്യവും ആകർഷകവും ഫലദായകവുമാകും. ബേബി ബൂമർ മുതൽ ആൽഫ, ബീറ്റ ജനറേഷൻ വരെ ഓരോ രീതിശാസ്ത്രവും ബോറായിരിക്കുമെന്ന തിരിച്ചറിവ് നമ്മുടെ പ്രേക്ഷിത ഭൂമികയെ നവീകരിച്ചിട്ടുണ്ട്. വിശ്വാസ പരിശീലന വിഭാഗവും അതിനൂതന സാങ്കേതിക സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നത് ആശാവഹമാണ്. ഗൂഢതന്ത്രങ്ങൾ ഫലിക്കുന്നില്ല. ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവനെ ശിഷ്യന്മാർ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയാനും പ്രചരിപ്പിക്കാനും കൈമടക്ക് കൊടുത്ത അധികാരികൾ ജനങ്ങളെ തങ്ങളുടെ ഉപകരണങ്ങളാക്കി. പൊതുജനത്തിന് മസ്തിഷ്കമില്ലെന്നത് സ്ഥാപിക്കപ്പെടുന്നത് അധികാരമുള്ളവർ ആണികളെ സ്വാധീനിച്ച് തങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുമ്പോഴാണ്. എന്നാൽ ദൈവം തന്നിൽ വിശ്വാസം അർപ്പിച്ചവരെ നിരന്തരം നവീകരിക്കുന്നുണ്ട്. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. സകല ജനതകളോടും സുവിശേഷം പ്രസംഗിക്കാൻ ദൈവമാണ് ഓരോരുത്തരെയും തിരഞ്ഞെടുത്തത്. നമുക്ക് തുണയായ അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. യേശു മാർഗത്തിലേക്ക് മറ്റുള്ളവരെ ഉൾച്ചേർക്കുക, സ്നാനപ്പെടുത്തുക, അവിടുന്ന് പഠിപ്പിച്ചത് മറ്റുള്ളവരെ പഠിപ്പിക്കുക, ക്രിസ്തു ശൈലിയിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുക, തിന്മയുടെ ഗൂഢതന്ത്രങ്ങൾ മറികടന്ന് ദൈവരാജ്യ ദൗത്യം തുടരുക തന്നെ ചെയ്യും. വെല്ലുവിളികൾ. ആരെയും ഒഴിവാക്കാതെ സുവിശേഷം പ്രഘോഷിക്കാൻ ക്രൈസ്തവർക്ക് കടമയുണ്ട്. മതപരിവർത്തനത്തിലൂടെയല്ല, ദൈവിക സ്നേഹത്താൽ മറ്റുള്ളവരെ ആകർഷിക്കുന്നതിലൂടെയാണ് സഭ വളരുക. വെല്ലുവിളികൾ നിറഞ്ഞതെങ്കിലും പ്രേക്ഷിത ദൗത്യം അത് പരമപ്രധാനം തന്നെ. നമുക്ക് ചുറ്റിലും സഹോദരങ്ങൾ ദുഃഖദുരിതങ്ങൾ നേരിടുമ്പോൾ ശാന്തരായി സ്വന്തം സഭാമന്ദിരങ്ങളിൽ കഴിയാൻ യഥാർത്ഥ ക്രൈസ്തവർക്ക് കഴിയില്ല. പുറമേ നിന്നുള്ള ആക്രമണത്തേക്കാൾ ഭീകരമാണ് അകമേയുള്ള ജീർണത. അധികാരത്തിനും പ്രശസ്തിക്കും സുഖത്തിനും സാമ്പത്തിക സുരക്ഷിതത്വത്തിനും വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിൽ തടസ്സമായി കാണപ്പെടുന്ന സഹോദരങ്ങളെയൊക്കെ മറുപക്ഷത്തോ ശത്രുപക്ഷത്തോ പ്രതിഷ്ഠിച്ച് അവരോട് തുറന്ന യുദ്ധം ചെയ്യുന്ന വിശ്വാസികൾ, വൈവിധ്യങ്ങളേറെയുള്ള ആഗോള സഭയിൽ അംഗമായി നിന്ന് അഭിമാനത്തോടെ മുന്നേറുന്നതിനു പകരം തങ്ങളൊരു സവിശേഷ ഗണമാണെന്ന് സ്വയം ഊറ്റം കൊള്ളുന്നവരിൽ നിന്ന് വിഭാഗീയതയുടെ വിഷം മാത്രം വമിക്കുക. സാഹോദര്യത്തിൻ്റെ സാക്ഷികളായി സഹചര ദൈവത്തിലേക്ക് ആകർഷിക്കേണ്ടവരാണ് ക്രൈസ്തവർ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും എന്ന ഗുരുവാക്യം ഭൂമിയിൽ ജീവിക്കുകയാണ് സ്വഭാവേന പ്രേക്ഷിതരായ നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ, അവരും നമ്മിലായിരിക്കാൻ എന്നതായിരുന്നു ക്രിസ്തുവിൻ്റെ ഐക്യസങ്കല്പം. മരണം അവസാനമല്ല. സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന മട്ടിൽ നിരാശയിൽ നിബന്ധിക്കാനുള്ളതല്ല മനുഷ്യജീവിതം. പുലരിക്ക് മുമ്പ് അന്ധകാരം നിറഞ്ഞ രാത്രിയുണ്ട്. നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. പ്രസവവേദന ദുഃഖമെങ്കിലും പിന്നെ സന്തോഷം. ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ഈ ലോകത്തിലെ സന്തോഷങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി മാത്രം മിശിഹായിൽ പ്രത്യാശ അർപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുന്നത് പോലെയാണ്. ഭോഷരാകണോ അനശ്വരതയെ പുൽകുന്ന വിവേകമതികളാകണോ, സ്വയം തിരഞ്ഞെടുപ്പ് നടത്താം. പ്രേക്ഷിത ദൗത്യം സകലർക്കുമുള്ള ആഹ്വാനം. ഉയർത്തെഴുന്നേറ്റ യേശു ഏറ്റവും അവസാനമായി ശിഷ്യർക്ക് നൽകിയ വാഗ്ദാനം അനുസ്മരിച്ച് അവിടുന്ന് നമ്മിലും നമ്മുടെ കൂടെയുമുള്ള യാഥാർത്ഥ്യമാണെന്നും മനസ്സിൽ ഉറപ്പിക്കാം. വേലക്കാർ വർദ്ധിക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാം. ജ്ഞാനവായന ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ. കടമകളെക്കുറിച്ചുള്ള അവബോധം 100 മടങ്ങ് വളരട്ടെ. അവ നിർവഹിക്കാൻ മികവുറ്റ പരിശീലനം ലഭ്യമാകട്ടെ. സഭയുടെ സഹിതഭാവം ദുർബലമാകാതിരിക്കട്ടെ. സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ ക്രൈസ്തവ മൂല്യങ്ങൾ പ്രകടമാകട്ടെ. സഭയ്ക്കകത്ത് മാത്രം പരിമിതപ്പെടാതെ മികച്ച സഭാമൂല്യങ്ങൾ ഒരു സാമൂഹ്യമാനം കൈവരിക്കട്ടെ. സ്ത്രീ പ്രതിഭകൾക്ക് അർഹമായ പ്രോത്സാഹനം ലഭിക്കട്ടെ. പൗരോഹിത്യ സമർപ്പിത മേഖലകളിലേക്കുള്ള വിളികൾ സുഫലമാകാൻ പ്രാർത്ഥനകൾ ഉയരട്ടെ. ദൈവ തിരുമുമ്പിൽ ഭോഷരാകാതെ നിത്യതയെ പാർത്തിരിക്കുന്ന വിവേകമതികളാകാം. നമ്മുടെ കർത്താവ് ഒപ്പമുണ്ട് എപ്പോഴും.